ഹലോ, ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇന്ന് നമുക്ക് പുതിയൊരു കസ്റ്റമർ വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഇത് 2 ടയറിൽ വരുന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ഫ്ലേവറുള്ളൊരു കേക്കാണ്. അപ്പം ഇതിൻ്റെ ഡെലിവറി കുറച്ച് ലോങ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു. ഇത് കൊടക്കല്ല് എന്ന് പറഞ്ഞൊരു തെയ്യാല കഴിഞ്ഞിട്ട് കൊടക്കല്ല് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഓർഡർ. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം ഇതിൻ്റെ വർക്ക് ഇതിലൊരു ഫോണ്ടൻറ്റ് ടെഡി ബിയർ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. കസ്റ്റമർ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഈ കളറിൽ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ടെഡി ബിയർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഞാൻ തലേ ദിവസമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. രാത്രി നമ്മൾ മാറ്റി വെച്ചു. പിറ്റേ ദിവസമാണ് നമ്മൾ ടയർ സ്റ്റാക്ക് ചെയ്യണത്. അപ്പം താഴ്ഭാഗത്ത് നമ്മളൊരു 5-6 സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലോങ് യാത്ര ആയതുകൊണ്ട് നല്ല സേഫായിട്ട് അവിടെ എത്തണമെങ്കിൽ നമ്മൾ അത്യാവശ്യം അടിയിൽ സ്റ്റിക്ക് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. അപ്പം ഇതാണ് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്ന പിക്ക്. ഏകദേശം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. 3 കളറിലുള്ള ഫോക്സ് ബോൾസ് എടുത്തിട്ടുണ്ട്. ഈ 3 കളറും അവർ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പം ബ്ലാക്ക് ആൻഡ് ഗോൾഡ്, പിന്നെ പിങ്ക് കുറച്ച് എൻ്റെ കയ്യിൽ ഷോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഫോണ്ടൻറ്റ് വെച്ചിട്ടും ബോൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 3 കളറ്, അതായത് കുട്ടീൻ്റെ ഡ്രസ്സിൻ്റെ കളറും പിന്നെ ഉമ്മാൻ്റെ ഡ്രസ്സിൻ്റെ കളറും അത് ഒരുമിച്ചിട്ട് അത് 3ഉം കൂടിയാണ് അവർ ഈ 3 കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഏകദേശം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഫോട്ടോയിലുള്ള പോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫോക്സ് ബോൾസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ലാസ്റ്റ് ഡെലിവറീൻ്റെ കുറച്ച് മുന്നേ ആണ് നമ്മൾ ടെഡി ബിയർ അതായത് ഫോണ്ടൻറ്റ് വർക്ക് ആണെങ്കിലും നമുക്ക് ലാസ്റ്റിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഡെലിവറി 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. കുറച്ച് ലോങ് ആണ്. 12 മണിക്ക് അവിടെ എത്തണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 11 മണി 11:15 നമ്മൾ ഇറങ്ങണം. അപ്പം ഞാനിപ്പോൾ ഇതൊരു 9 മണിക്ക് ശേഷമാണ് ഇതൊക്കെ സെറ്റ് ചെയ്യണത് കേട്ടോ. 9:30 ടൈം ആയിട്ടുണ്ട്. അപ്പം ഒക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ 3 ഇളനീർ പുഡിങ്ങിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പം സെയിം ഒരേ സമയത്താണ് ഡെലിവറി വരുന്നത്. അപ്പോൾ നമ്മൾ അതും കൂടി എത്തിച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ കേക്കായിട്ട് നമ്മൾ പോവുക. 1 എന്നുള്ളൊരു ടോപ്പർ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഗോൾഡൻ ലീഫ് 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടീൻ്റെ നെയിം താഴെ ബോർഡിൽ ഫോണ്ടൻറ്റിൽ ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ശേഷം കുറച്ച് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു നമ്മൾ പോവുകയാണ്. അതായത് അമ്മായി പുഡിങ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഇളനീർ പുഡിങ്ങാണ് ഈ കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കസ്റ്റമർ പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ 75 പേർക്കുള്ള പുഡിങ് വേണമെന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പം നമ്മൾ 3 ട്രേയിൽ ഇളനീർ പുഡിങ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഡെലിവറി ചെയ്തു. അപ്പോൾ അന്ന് തന്നെ നമുക്ക് ബ്രൈറ്റ് ട്യൂബിൻ്റെ ഒരു 1/2 kg വരുന്നൊരു ടോൾ കേക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർക്ക് ചെറിയ കേക്ക് മതി, ഹൈറ്റിൽ വേണമെന്നാണ്. അപ്പോൾ നമ്മുടെ അയൽവാസി തന്നെയായിരുന്നു. അപ്പോൾ അവർക്കത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും നല്ല വീഡിയോസുമായി കാണാം. താങ്ക്